കോഴിക്കോട് വാഴക്കാട് നിർത്തിയിട്ട ബസ്സിന് തീപിടിച്ചു. കരിയാത്തൻകുഴി ജലാലിയ സ്കൂളിന് സമീപത്താണ് അപകടം. മുക്കം അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എങ്ങനെയായിരുന്നു ഈ അപകടം? എങ്ങനെയാണ് ഇപ്പോൾ ഈ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? വേണു, രാവിലെ 10 മണിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി ഈ സ്കൂളിന് സമീപത്ത് ഈ ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. നാട്ടുകാരാണ് ഈ തീപിടുത്തം കാണുന്നത്. ആദ്യഘട്ടത്തിൽ പ്രദേശവാസികൾ എല്ലാവരും ചേർന്ന് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് ആളി പടരുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ ഏകദേശം അണച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം. ബസ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതും ഫയർഫോഴ്സ് അധികൃതർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ആളൊഴിഞ്ഞ ഇടം ആയതുകൊണ്ടും തന്നെ മറ്റാരും ഈ ബസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടും വലിയ രീതിയിൽ അപകടം ഒഴിവായി എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ അധികം നാളുകളായി ഈ ബസ് ഇവിടെ നിർത്തിയിട്ടതായിരുന്നു. പക്ഷേ ഈ പെട്ടെന്നുണ്ടായ ഈ തീപിടുത്തം അതിന്റെ കാരണവും വ്യക്തമല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകി.